പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാർ അക്കാദമിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കഥാപ്പി നഹി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഥാപ്പി നഹി നമുക്ക് പെട്ടെന്ന് കഥയാണെന്ന് ഓർമ്മ വരും. ഇത് കഥയല്ല. കഥാപ്പി നഹി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ലെന്നാണ്. നെവർ നെവർ നെവർ. വേറെ വാക്ക് ഉപയോഗിക്കാറുണ്ട്, ഹർഗീസ് നഹി. ഹർഗീസ് നഹി ആ വാക്കിന് വേറെ പല അർത്ഥങ്ങളുണ്ട്. പക്ഷേ ഹർഗീസ് നഹി എന്ന് പറയുമ്പോൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് വരുവാണെങ്കിൽ ഒരിക്കലുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഉദ്ദേശിച്ചത്. കഥാപ്പി നഹി എന്ന് പറഞ്ഞാലും ഒരിക്കലും ഒന്ന്. കബീ നഹി എന്ന് പറഞ്ഞാലും അത് തന്നെയാണെന്ന് അർത്ഥം. തെറ്റിദ്ധരിക്കേണ്ട. കബീ നഹി ഒരിക്കലുമില്ല, കഥാപ്പി നഹി ഒരിക്കലുമില്ല, ഹർഗീസ് നഹി ഒരിക്കലുമില്ല. നോ, നെവർ നെവർ. അപ്പോൾ നമ്മൾ 100 കോടിയിലധികം വരുന്ന ഹിന്ദിക്കാർ ഒരുപാട് ദേശങ്ങളുള്ളത്. ആകെ 3.5 കോടിയാണ് മലയാളിയുള്ളത് മൊത്തം. അപ്പോൾ 100 കോടിയിലധികം വരുന്ന ഹിന്ദിക്കാർ ഭാഷയിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുമെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാം. അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം. അപ്പോൾ നമ്മൾ ആരോട് തർക്കിക്കാനും വർക്കിക്കാനൊന്നും പോകണ്ട. ഹിന്ദി തന്നെയാണെങ്കിലും പല വാക്കുകളായിരിക്കും പല പ്രദേശങ്ങളിലും മാറി ഉപയോഗിക്കുക. അപ്പോൾ കഥാപ്പി നഹി എന്ന് ഒരു പറയുകയാണെങ്കിൽ ഒരിക്കലും ഇല്ല എന്നാണ് അർത്ഥം. ഇനി വേറൊരാൾ പറയുന്നത് കബീ നഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും ഇല്ല എന്നാണ് അർത്ഥം. വേറൊരാൾ പറയുന്നത് ഹർഗീസ് നഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്നാണ് അർത്ഥം. എന്നാൽ സീ യു സൂൺ, സീ യു സൂൺ, ജൽദി മിലേംഗെ, ജൽദി മിലേംഗെ, ജൽദി ഹി ഫിർ മിലേംഗെ എന്ന് പറഞ്ഞാൽ ജൽദി ഹി ഫിർ മിലേംഗെ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ വേഗം നമുക്ക് കാണണം, വീണ്ടും കാണണം. വേഗത്തിൽ നമുക്ക് വീണ്ടും കാണണം. ജൽദി ഹി ഫിർ മിലേംഗെ നമുക്ക് പെട്ടെന്ന് വേഗം കാണണം. ചിലരെയൊക്കെ നമുക്ക് അങ്ങനെയല്ല, ഒത്തിരി ഇഷ്ടമുള്ളവരെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുള്ളവർക്ക് പല കാര്യത്തിലും നമുക്ക് വീണ്ടും വീണ്ടും പെട്ടെന്ന് കാണണം. ഒത്തിരി ഇഷ്ടമുള്ളവർ നമുക്ക് പെട്ടെന്ന് കാണണം. ജൽദി ഹി ഫിർ മിലേംഗെ, ജൽദി ഹി ഫിർ മിലേംഗെ. പ്രേമിക്കുന്നവരാണെങ്കിൽ എത്ര കണ്ടാലും മതിയാവില്ല അല്ലേ? പിരിയാൻ നമുക്ക് മനസ്സില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാർക്കിലിരുന്നാലും പോകാൻ നേരത്ത് നമുക്ക് പോകാൻ തോന്നില്ല. പിന്നെ പോകുമ്പോൾ നമ്മൾ എന്ത് പറയും? ജൽദി ഹി ഫിർ മിലേംഗെ, ജൽദി ഹി ഫിർ മിലേംഗെ. നമുക്ക് വീണ്ടും പെട്ടെന്ന് കാണണം കേട്ടോ. ഏയ് ഷാൻദാർ ഹേ, ഏയ് ഷാൻദാർ ഹേ, ഇത് അടിപൊളിയാണല്ലോ. ഏ ഷാൻദാർ ഹേ, ഇത് അടിപൊളിയാണല്ലോ. ദിസ് ഈസ് സൂപ്പർബ്, ദിസ് ഈസ് സൂപ്പർബ്. ये शानदार है, दिस इज सुपर्ब, ये शानदार है, ഇത് അടിപൊളിയാണല്ലോ, ഇത് അടിപൊളിയാണല്ലോ. വെരി ഫൈൻ, വെരി ഫൈൻ, വെരി ഫൈൻ. വളരെ നല്ലത്, വളരെ നല്ലത്, വളരെ ശരി. ബഹുത് ठीक है, बहुत ठीक है. വളരെ ശരി, വളരെ ശരി. വെരി ഫൈൻ. ഐ എം കമ്മിങ്, മേ ആ രഹാ ഹൂം, മേ ആ രഹാ ഹൂം. ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ വരുന്നു എന്നർത്ഥം. ഷോർട്ടായിട്ട് ചിലപ്പോൾ നമ്മൾ സംസാര ഭാഷയിലൊക്കെ പെട്ടെന്ന് വിളിക്കുകയാണെങ്കിൽ പറയും മമ്മി മേ ആയി, മേ ആയും, മേ ആയു എന്ന് പറഞ്ഞാൽ ദാ വന്നു എന്നാണ് പറഞ്ഞത്. സുരേഷ് ഗോപി പറഞ്ഞാൽ ദാ വന്നു, മേ ആയും, മേ ആയു, ദാ വന്നു. ആയിഹും എന്ന് മാത്രം പറഞ്ഞാൽ മതി ദാ വന്നു എന്നർത്ഥം കിട്ടാൻ. ആയിഹും, ദാ വന്നു, ദാ വന്നു. ആയു, ആയാഹും, ആയിഹും. ആയിഹും എന്ന് പറഞ്ഞത് ലേഡീസാണ്. ആയാഹും നമ്മൾ പുരുഷന്മാർ പറയും. അതിൻ്റെ അർത്ഥം ദ വന്നു എന്നാണ്. മേ ആയിഹും എന്നുള്ളതിന് പകരം ആയിഹും എന്നും മേ ആയാഹും എന്നുള്ളതിന് പകരം ആയാഹും എന്ന് പറഞ്ഞാലും മതി. ഷോർട്ട്. മൈ പ്ലഷർ, മൈ പ്ലഷർ. സന്തോഷത്തോടെ, സന്തോഷത്തോടെ. മുझे ഖുഷി ഹോഗി, മുझे ഖുഷി ഹോഗി. എനിക്ക് സന്തോഷമായിരിക്കും. അതായത് നിങ്ങൾക്കൊരു നല്ല കാര്യം സംഭവിക്കുമെന്ന് നിങ്ങൾ പറയുകയാണ്. അപ്പം ഞാൻ പറയുകയാണ് മുझे ഖുഷി ഹോഗി, അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് സന്തോഷമായിരിക്കും എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഗ്രാമറെ പിടിച്ച് കളിക്കരുത്, സന്ദർഭം മനസ്സിലാക്കണം. മുझे ഖുഷി ഹോഗി അത് എപ്പോഴാണ് പറയേണ്ട സാഹചര്യം? ഇത് ഫ്യൂച്ചർ ടെൻസാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരാൾ പറയുകയാണ് ചിലപ്പോൾ എൻ്റെ കല്യാണം ഉടനെ ഉണ്ടാവും. അപ്പോൾ കൂട്ടുകാരി പറയുകയാണ് മുझे ഖുഷി ഹോഗി, മുझे ഖുഷി ഹോഗി. മൈ പ്ലഷർ, മൈ പ്ലഷർ. എനിക്ക് സന്തോഷമാവും, എനിക്ക് സന്തോഷമാവും. ജസ്റ്റ് കമ്മിങ്, ജസ്റ്റ് കമ്മിങ് എന്ന് പറഞ്ഞാൽ ദാ വരുന്നു, ദാ വരുന്നു എന്നാണ് അർത്ഥം. ജസ്റ്റ് കമ്മിങ്, ദാ വരുന്നു. ബസ്, ബസ് ആരാവും, ബസ് ആരാവും. ഇത് കേട്ടാൽ ബസ് വരുന്നുണ്ടെന്ന് നമുക്ക് തോന്നുക. അങ്ങനെ അർത്ഥം വരും. അത് സന്ദർഭം നോക്കി നമ്മൾ മനസ്സിലാക്കണം. ബസ്, ബസ് ആരാവും എന്ന് പറഞ്ഞാൽ ബസ് വരുന്നു വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. ബസ് ആരാവും. എന്നാൽ ബസ് ആരാഹും, ആരഹാഹും എന്ന് പറഞ്ഞാൽ വന്നുകൊണ്ടിരിക്കുന്നു, ദാ വരുന്നു, ദാ വരുന്നു എന്നാണ് അർത്ഥം.
ഇതാ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ സന്ദർഭം നോക്കിയിട്ട് മനസ്സിലാക്കണം. ചാടി കയറി തർക്കിക്കാൻ പോകുന്നതിനേക്കാളും മുമ്പ് ആ സന്ദർഭം എന്താണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ടു ഗുഡ്, ടു ഗുഡ്, ബഹുത് അച്ഛ, ബഹുത് അച്ഛ, ടു ഗുഡ്, ബഹുത് അച്ഛ, വളരെ നല്ലത്, വളരെ നല്ലത്. നെവർ മൈൻഡ്, നെവർ മൈൻഡ്. ഈ വാക്ക് പല സന്ദർഭങ്ങളിലും പല അർത്ഥം വരും അല്ലേ. നെവർ മൈൻഡ്, നെവർ മൈൻഡ്. ഇപ്പോൾ നമ്മൾ ഒരാൾ നമ്മുടെ കൂട്ടുകാരിയോട് അല്ലെങ്കിൽ കൂട്ടുകാരനോട് എന്തെങ്കിലും മുഷിഞ്ഞ് പറഞ്ഞു. ഇപ്പോൾ കൂട്ടുകാരി മെല്ലെ പറയുകയാണ് നെവർ മൈൻഡ്, കാര്യമാക്കണ്ട. എന്താണ് കാര്യമാക്കണ്ട, നെവർ മൈൻഡ്, കാര്യമാക്കണ്ട. കോയ് ബാത് നെയ്, കോയ് ബാത് നെയ് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നർത്ഥം. സാരമില്ല എന്ന് പറയുന്നതിന് പകരം പറയുന്നത് കോയ് ബാത് നെയ്, ചോടതോ, വിട്ടേര്, ജാനേതോ, പോട്ടെ. മേരി ഉമർക്കായേ, ഓ മേരി ഉമർക്കായേ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഓ മേരി ഉമർക്കായേ. എഴുതുമ്പോൾ നമ്മൾ എഴുതും വഹ് മേരി ഉമർക്കാ ഹേ എന്നെഴുതും. വഹ് മേരി ഉമർക്കാ ഹേ. പറയുമ്പോഴോ ഓ മേരി ഉമർക്കായ്, ഓ മേരി ഉമർക്കായ്. അത് അവൾ എൻ്റെ പ്രായക്കാരാണ്, അവൾ എൻ്റെ പ്രായക്കാരിയാണ്, അല്ലെങ്കിൽ അവൻ എൻ്റെ പ്രായക്കാരനാണ്. ഹീ ഈസ് ഓഫ് മൈ ഏജ്, ഹീ ഈസ് മൈ ഏജ്. അവൻ എൻ്റെ പ്രായക്കാരനാണ്. വഹ് മേരി ഉമർക്കാ ഹേ, അവൻ എൻ്റെ പ്രായക്കാരനാണ്. ഹിന്ദിയിൽ പറയുമ്പോൾ രണ്ടും വരും, അവളെന്നും വരും. അവൾ എൻ്റെ പ്രായക്കാരിയാണ്. ഓ മേരി ഉമർക്കി ഹേ, ഓ മേരി ഉമർക്കി ഹേ. ചിന്താമത് കറോ, ചിന്താമത് കറോ, പ്രയാസപ്പെടണ്ട, വിഷമിക്കണ്ട. ഡോണ്ട് വറി, ഡോണ്ട് വറി, ഡോണ്ട് വറി. ചിന്താമത് കറോ, ചിന്താമത് കറോ, വിഷമിക്കണ്ട, വിഷമിക്കണ്ട. വാട്ട്സ് ന്യൂ, വാട്ട്സ് ന്യൂ, നയ ക്യാ ഹേ, നയ ക്യാ ഹേ. എന്താ പുതിയതെന്താ, പുതിയതെന്താ. ടൈംസ് അപ്പ്, ടൈംസ് അപ്പ്, സമയം കഴിഞ്ഞു. ടൈംസ് അപ്പ്. നമുക്കൊരു സമയം തന്നിട്ടുണ്ട് 3 മിനിറ്റ് സ്വാഗത പ്രസംഗം പറയാൻ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ പരിചയപ്പെടുത്താൻ 1 മിനിറ്റ് തന്നു. അപ്പോൾ നമ്മളങ്ങനെ വലിച്ചു നീട്ടി മുക്കി മൂടിയ മേര, മേര, മൈ, മൈനെ അങ്ങനെ പറഞ്ഞ് 1 മിനിറ്റ് അങ്ങ് പോയി. അപ്പോൾ ഒരു ബെല്ലടിച്ചു. അപ്പോഴും നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡ് പറയാണ് ടൈംസ് അപ്പ്, ടൈം തീർന്നു. അത് നിങ്ങൾ മുക്കി മൂടിയൊന്നും പറഞ്ഞ് നീട്ടി പിടിക്കാനുള്ള സമയമല്ല. അവിടെ 100 പേര് ഇൻ്റർവ്യൂവിന് വന്നിരിപ്പുണ്ട്, നിങ്ങൾ മാത്രമല്ല. നിങ്ങൾക്ക് 1 മിനിറ്റ് എന്നാൽ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇൻ്റർവ്യൂ തീർക്കണം. അതിന് നിങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തണം. അത് ഹിന്ദിയിൽ പറയാൻ പറഞ്ഞാൽ ഹിന്ദി തന്നെ പറയണം. പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുവാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചു തരാം. ഒറ്റ ദിവസം കൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പഠിപ്പിച്ചു തരാം. സമയ പൂർണ്ണ ഹുവ, സമയ പൂർണ്ണ ഹുവ, ടൈംസ് അപ്പ്, ടൈംസ് അപ്പ്, സമയ പൂർണ്ണ ഹുവ, ടൈംസ് അപ്പ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഓ ठीक है, ये ठीक है, ओ ठीक है, ओ ठीक है, ये ठीक है, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അത് ശരി, അല്ലെങ്കിൽ ഇത് ശരി എന്നൊക്കെ പറയാം. ഓ ടീക്കെ എന്ന് പറഞ്ഞാൽ അത് ശരി, എ ടീക്കെ എന്ന് പറഞ്ഞാൽ ഇത് ശരി, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ ശരി, അത് ശരി, ഇത് ശരി എന്നൊക്കെ അർത്ഥം. എൻ്റെ പേര് പ്രതീഷ്, ഞാൻ പാലക്കാട്. ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിരിക്കുമ്പോൾ തങ്കച്ചി സാറുടെ ഒരു ക്ലാസ് കണ്ടിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആണ്. ഹായ്, നമസ്കാർ. മേരാ നാം നന്ദിനി ദിവാർ. എനിക്ക് കുറേ കാലമായുള്ള ഒരു ആഗ്രഹമാണ് ഹിന്ദിയിൽ സംസാരിക്കണമെന്ന്. ഈ നാടൻ ഹിന്ദിയിലാണ് സാറ്. അത് വളരെ ലളിതമായും അക്കാഡമി ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഹിന്ദി തീരെ അറിയില്ലായിരുന്നു. അക്കാഡമി ചേർന്ന് 1 മാസത്തിനുള്ളിൽ എനിക്ക് സംസാരിക്കാനും തുടങ്ങി. ഇപ്പോൾ ഇവിടെയുള്ള ഹിന്ദി നാട്ടുകാരോട് തനി നാടൻ ഹിന്ദിയിൽ ഈസിയായിട്ട് സംസാരിക്കാനും അവർ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നുണ്ട്.